നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷത്തെയും മാക്രോൺ നയിക്കുന്ന മധ്യപക്ഷ സഖ്യത്തെയും നേരിടാൻ 4 പാർട്ടികൾ ചേർന്ന പുതിയ ഇടത് സഖ്യം രൂപീകരിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി, ഗ്രീൻസ്, കമ്മ്യൂണിസ്റ്റ്, ഫ്രാൻസ് അൺബേർട്സ് എന്നീ പാർട്ടികളുടെ സഖ്യമായ NPF-നെ തീവ്ര ഇടത് പ്രഭാഷകനായ ജീൻ ലൂക്ക് മെലൻകോൺ നയിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ മാനവ മഹാസംഗമത്തിനായി അറഫ മൈതാനം ഒരുങ്ങി. 20 ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകരാണ് അറഫയിൽ സംഗമിക്കുന്നത്. ഉക്രൈനിൽ 2 വർഷത്തിലേറെയായി തുടരുന്ന അധിനിവേശം അവസാനിപ്പിക്കാൻ പുതിയ നിബന്ധനകൾ വെച്ച് റഷ്യ. സ്വിസ് തലസ്ഥാനമായ ബേണിൽ 90-ലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സംഗമിക്കുന്നതിനിടെയാണ് വ്ളാഡിമിർ പുടിൻ കടുത്ത നിബന്ധനകൾ വെച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച 5 പേർ അറസ്റ്റിൽ. നെതന്യാഹുവിന്റെ കുടുംബ വീടിന് മുന്നിലാണ് പ്രതിഷേധം ഉണ്ടായത്. സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയുടെ 2ാം ദിനത്തിൽ ചർച്ചയായത് കുടിയേറ്റവും ഇൻഡോ പസഫിക് മേഖലയിലെ വിഷയങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും. ഒപ്പം യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയെ ചെറുക്കാൻ ഉക്രൈന്റെ കൈയയച്ച് സഹായിക്കാനുള്ള തീരുമാനവും ഉണ്ടായി. പോക്സോ കേസിൽ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് നേരിടുന്ന മുതിർന്ന നേതാവ് യെദ്യൂരപ്പയ്ക്ക് ആശ്വാസം. അടുത്ത തിങ്കളാഴ്ച വരെ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രസിദ്ധ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയിയെ വിചാരണ ചെയ്യാൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി. 2010-ൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ അരുന്ധതി റോയിക്കെതിരെ UAPA നിയമപ്രകാരം ദില്ലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം തൃശൂർ ലൂർദ് മാതാവിന്റെ പള്ളിയിലെത്തി മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തി K കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ് പള്ളിയിൽ എത്തിയത്. ലോക കേരള സഭയുടെ ഭാഗമായി നടന്ന മേഖലാ യോഗത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വിവിധ സാധ്യതകൾ ചർച്ച ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ 19 ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ വമ്പൻ അട്ടിമറി പ്രതീക്ഷ നൽകി ദക്ഷിണാഫ്രിക്കയോട് കീഴടങ്ങി നേപ്പാൾ. 116 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാളിന്റെ പോരാട്ടം 20 ഓവറിൽ 114-6 എന്ന സ്കോറിൽ അവസാനിച്ചു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.